രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട ജെഎൻയുവിലെ 5 വിദ്യാർത്ഥികൾ പോലീസിൽ കീഴടങ്ങില്ല. ഒരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ രാജ്യദ്രോഹിയാകുമെന്ന് ഉമർ ഖാലിദ്. ആവശ്യമെങ്കിൽ പോലീസ് ക്യാമ്പസിൽ പ്രവേശിക്കുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ ബസി RSS ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് CPM. ജെഎൻയു പ്രശ്നം ബുധനാഴ്ച പാർലമെന്റിൽ ചർച്ച ചെയ്തേക്കും. പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. റെയിൽ ബജറ്റ് 25-നും പൊതു ബജറ്റ് 29-നും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജനസ്വീകാര്യത മാനദണ്ഡമാക്കണമെന്ന് VM സുധീരൻ. പ്രവർത്തകരുടെയും ജനങ്ങളുടെയും അഭിപ്രായം തേടുമെന്നും ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം VM സുധീരൻ. CPIക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് കാനം രാജേന്ദ്രൻ. കൊല്ലത്ത് RSPയുടെ സീറ്റുകൾ പങ്കിടുന്നതിൽ LDFൽ തർക്കം. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ മുന്നോടിയായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ VM സുധീരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാനാർത്ഥി നിർണയത്തിന് ജനസ്വീകാര്യത മാനദണ്ഡമാക്കുമെന്ന് VM സുധീരൻ യോഗശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വ ചർച്ച ആയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളുമായി സവാദ്, ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്നുണ്ട്. സവാദ്, ഇന്ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന നിർണായക ചർച്ചയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ജനസ്വീകാര്യതയ്ക്കും കഴിവിനുമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള മാനദണ്ഡമായി സ്വീകരിക്കുക. അത് കണ്ടെത്തുന്ന ഈ ജനസ്വീകാര്യതയും കഴിവും ഏത് തരത്തിലാണ് അളക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് കേരള നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു. അതായത് താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരം മനസ്സിലാക്കി വേണം ഈ 2 മാനദണ്ഡവും നിശ്ചയിക്കാൻ. ഇതിനായി ജില്ലാ തലത്തിൽ സമിതികൾ നിലവിൽ വരണം. ഈ ജില്ലാ സമിതികളിൽ DCC പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലകളുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയും ജില്ലയിൽ മുതിർന്ന നേതാവും അംഗങ്ങളായിരിക്കും. ഇവർ 3 പേരും ചേർന്നായിരിക്കും DCC മുതൽ താഴെത്തട്ടിലുള്ള എല്ലാ പ്രവർത്തകരുമായും അതുപോലെ തന്നെ ജനങ്ങളുമായും ആശയവിനിമയം നടത്തുക. നിലവിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റുകളിൽ പോലും ഇത്തരത്തിൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നാണ് VM സുധീരൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ സമിതിയുടെ റിപ്പോർട്ട് KPCCക്ക് സമർപ്പിക്കുകയും KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംയുക്തമായി ചർച്ച നടത്തുകയും ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കരട് പട്ടിക തയ്യാറാക്കുകയും അത് KPCCയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്നാണ് ഇപ്പോൾ VM സുധീരൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ തീരുമാനം, എത്രയും പെട്ടെന്ന് UDFലെ ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കിക്കൊണ്ട് അവരുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനവും ഇന്ന് അതിനുള്ള ഒരു നിർദ്ദേശവും ഹൈക്കമാൻഡ് ഇന്ന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള യാതൊരു ചർച്ചയും ഇപ്പോൾ നടന്നിട്ടില്ല. അതിനിപ്പോൾ പ്രസക്തിയില്ലെന്നും അക്കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും ചർച്ച നടക്കുക എന്നുമുള്ള ഒരു കാര്യമാണ് VM സുധീരൻ അറിയിച്ചിരിക്കുന്നത്. ഗോപി, സവാദ് മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് ഇന്ന് നടന്ന കോൺഗ്രസിലെ നിർണായക ചർച്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്. ജെഎൻയുവിൽ ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിക്കപ്പെട്ട് വിദ്യാർത്ഥികൾ പോലീസിന് മുന്നിൽ കീഴടങ്ങില്ല. വിദ്യാർത്ഥികൾ കീഴടങ്ങേണ്ടതില്ല എന്നാണ് ജെഎൻയുവിലെ വിദ്യാർത്ഥി അധ്യാപക യൂണിയന്റെയും നിലപാട്. പുറത്തുനിന്നെത്തിയവരാണ് ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതെന്ന് ക്യാമ്പസിലെത്തിയ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ പറഞ്ഞു. അതേസമയം ആവശ്യമാണെങ്കിൽ ഏത് നിമിഷവും ക്യാമ്പസിൽ പ്രവേശിക്കുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ BS ബസി പ്രതികരിച്ചു. ജെഎൻയുവിലെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച യൂണിവേഴ്സിറ്റി കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം എന്ന നിലപാടിലാണ് അധ്യാപക വിദ്യാർത്ഥി യൂണിയനുകൾ. ക്യാമ്പസിനകത്ത് പോലീസിനെ പ്രവേശിപ്പിക്കരുതെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ മേലുള്ള രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് അധ്യാപക യൂണിയൻ വൈസ് ചാൻസലറുമായി ചർച്ച നടത്തി. പോലീസ് പെർമിഷൻ नहीं देना चाहिए ऐसे अरेस्ट करने के लिए इंटरनल इंक्वायरी मेकैनिज्म्स को आप रिप्रेजेंटेटिव बनाइए, क्रेडिबल बनाइए. എന്നാൽ ആവശ്യമാണെങ്കിൽ ഏത് നിമിഷവും ജെഎൻയു ക്യാമ്പസിൽ പോലീസ് പ്രവേശിക്കുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ BS ബസി പറഞ്ഞു. अगर पुलिस को उनकी आवश्यकता है तो उन्हें जो है पुलिस की इन्वेस्टिगेशन ज्वाइन करनी चाहिए. अगर वो निर्दोष हैं अपनी निर्दोषी का उन्हें साक्ष्य पेश करना चाहिए. പുറത്തുനിന്ന് വന്നവരാണ് ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതെന്ന് ആരോപണ വിധേയനായ ജെഎൻയു സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി രാമനാഗ് പറഞ്ഞു.
कुछ बाहर के स्टूडेंट वहाँ पे थे जो कि जेएनयू के स्टूडेंट नहीं थे. JNU വിഷയത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണർ BS ബസി RSS ABP ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് CPM PB അംഗം ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. The way the Delhi Police Commissioner has acted as though he is the representative of the RSS and the ABVP. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് എൻ്റെ അതിഥികളായി എത്തിയിട്ടുള്ളത് BJPയുടെ ജോർജ് കുര്യൻ, CPI നേതാവ് ശ്രീമതി ആനി രാജ, മാധ്യമ നിരീക്ഷകനും നിയമജ്ഞനുമായ സെബാസ്റ്റ്യൻ പോൾ കൊച്ചിയിൽ, കോൺഗ്രസിന്റെ ശ്രീ മാത്യു കുഴനാടൻ ആലപ്പുഴയിൽ, JNUവിലെ വിദ്യാർത്ഥി ബാലകൃഷ്ണൻ ഡൽഹിയിൽ എന്നിവരാണ്. ശ്രീ ജോർജ് കുര്യൻ, JNUവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യത്ത് കത്തിപ്പടർന്ന സാഹചര്യത്തിൽ കാണാതായ ഉമർ ഖാലിദ് കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഇതിനെല്ലാം പിന്നിൽ, ഈ ദുരൂഹമായ സംഭവങ്ങൾക്കെല്ലാം പിന്നിലുള്ള ചരടുവലികൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. ചിന്തിച്ചു പോയാൽ രാജ്യദ്രോഹിയാകുന്ന പുതിയ സാഹചര്യം രാജ്യത്തുണ്ട് എന്നതായിരുന്നു ആ പ്രസംഗത്തിൽ എടുത്തു പറയേണ്ട കാര്യം. എന്താണ് ഇക്കാര്യത്തിൽ ഇനി സർക്കാർ ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട്? ഇതിൻ്റെ അകത്ത് സർക്കാരിനൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അന്വേഷണ ഏജൻസിയല്ലേ അതിൻ്റെ അകത്ത് തീരുമാനം എടുക്കേണ്ടത്. പിന്നെ കോടതിക്കും തീരുമാനിക്കാം. ഇതിൻ്റെ അകത്ത് സർക്കാരിൻ്റെ തീരുമാനത്തിന് പ്രസക്തിയില്ല. പോലീസാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അവർ കീഴടങ്ങാൻ തയ്യാറാണ് എന്നാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. അവർ കീഴടങ്ങാൻ തയ്യാറല്ല എങ്കിൽ പോലീസിന് അവർക്ക് അവരുടേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. അത് കോടതി മുഖേന സ്വീകരിക്കാം, അല്ലെ അവർക്ക് നേരിട്ട് സ്വീകരിക്കാം. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇവരെ പിടിക്കുക അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഏതായാലും ആ വിഷയത്തിലൊരു വ്യക്തത വന്നു. അവർ അവിടെ വരികയും പ്രസംഗിക്കുകയും ചെയ്തു. അവർ ഒളിവിലായിരുന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അവർ പറയുന്നത്, നേരത്തെ പറയുന്നത് ഇങ്ങനെ ദേശവിരുദ്ധ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, JNU ആണ്, JNUവിൽ അങ്ങനെ വിളിക്കും. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതിനാർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അവിടെ മുഴുവൻ ബുദ്ധിജീവികളാണ്, ഇന്ത്യയിലെ ബാക്കിയുള്ളവർക്ക് ആർക്കും ബുദ്ധിയില്ല എന്നൊക്കെയായിരുന്നു. കാരണം രാജ്യസ്നേഹം എന്ന് പറയുന്നവർക്ക് ബുദ്ധിയില്ലാത്തവരാണ് എന്നായിരുന്നു ഇതുവരെയുള്ള ചർച്ച. ഇപ്പോൾ അവർ പറയുന്ന പുറത്തുനിന്ന് വന്നവരാണ് മുദ്രാവാക്യം വിളിച്ചത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി പോലീസ് തീരുമാനിക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. അതിന് ഒരു രാഷ്ട്രീയ നേതാവിന് ഇതിൻ്റെ അകത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, രാഷ്ട്രീയ പ്രവർത്തകന് പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ എല്ലാം വളരെ വ്യക്തമാണ്. രാജ്യം ചർച്ച ചെയ്തതാണ്. നിയമപരമായിട്ടുള്ള കോടതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എല്ലാം അത്ര വ്യക്തമാണോ എന്ന കാര്യം ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, രാജ്യദ്രോഹ കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന, ഇതാണ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ഇതിൽ IPC 124A സെഡീഷൻ എന്താണ് എന്ന് നിർവചിക്കുന്ന ആ വകുപ്പിൽ അതിനുശേഷം 1962 മുതലുള്ള വിവിധ സുപ്രീം കോടതിയുടേതായി വന്നിട്ടുള്ള വിവിധ വ്യാഖ്യാനങ്ങളെയും അടിസ്ഥാനത്തിൽ ഒരു രാജ്യദ്രോഹ കുറ്റം ഇവർ ചെയ്തിട്ടുണ്ടോ? ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അല്ല, ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ രാജ്യദ്രോഹമാണ് എന്ന് കരുതിയാൽ അത് വലിയ അപകടത്തിന് കാരണമാകും. അതാണ് രാജ്യത്തിന് ഉണ്ടാകുന്ന വലിയ ദ്രോഹം. ഇവിടെ 124A എന്ന അനാശാസ്യമായ വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് വ്യാപകമായ ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആ വകുപ്പിൻ്റെ ദുരുപയോഗങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ്. മുദ്രാവാക്യം വിളിച്ചാൽ, സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാകുന്ന അവസ്ഥ, അത് വളരെ അപകടകരമായ അവസ്ഥ തന്നെയാണ്. ഇവിടെ സംഭവിച്ചത് എന്ത്? പാകിസ്ഥാന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് വ്യക്തമാക്കപ്പെട്ട, അത് ഇന്നല്ല, അത് ആദ്യ ദിവസം മുതൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ കാശ്മീരി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മുഖം മറച്ചെത്തിയവർ, പുറമേ നിന്ന് വന്നവർ, അവരെ കണ്ടുപിടിക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാകാത്ത ഡൽഹി പോലീസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു? കനയ്യയുടെ കാര്യത്തിൽ ഒരു ന്യൂസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നല്ലോ തെളിവായി പോലീസ് കണ്ടെത്തിയത്. അത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. പോലീസിന് ബോധ്യമായിരിക്കുന്നു. തങ്ങളുടെ കയ്യിൽ തെളിവില്ല എന്ന് പോലീസിന് പറയേണ്ടി വരുന്നു. പോലീസ് അമിതമായ ആവേശം കാണിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പറയേണ്ടി വന്നിരിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ തെറ്റുതിരുത്തി ഈ പ്രശ്നം അവസാനിപ്പിക്കുകയും ആ ക്യാമ്പസിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയുമാണ് പോലീസും ഭരണകൂടവും ചെയ്യേണ്ടത്. 1995 ബൽവന്ത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിലും
62-ൽ കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിലും സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ പ്രകാരം രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയോ രാജ്യത്തിനെതിരായിട്ടുള്ള ദേശവിരുദ്ധമായ എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴും വാക്കുകൾ കൊണ്ടോ ലേഖനങ്ങളിലൂടെ ചെയ്യുമ്പോഴും അതേതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ ഒരു വയലൻസ് ഉണ്ടാക്കുന്നു, വയലന്റ് ആയ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതല്ലാത്ത തരങ്ങളിലെല്ലാം അത് രാജ്യദ്രോഹമായി കണക്കാക്കാൻ കഴിയില്ല എന്നല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ ഇവർക്ക് നേരെ ചുമത്തപ്പെട്ടിരിക്കുന്ന രാജ്യദ്രോഹ കുറ്റം സുപ്രീം കോടതിയിൽ നിലനിൽക്കുമോ? സുപ്രീം കോടതിയിൽ അത് നിലനിന്നാലും ഇല്ലെങ്കിലും 124A പറയുന്നത് രാജ്യത്തിനെതിരെയുള്ള ദ്രോഹമല്ല. 124Aയിൽ പറയുന്നത് ഭരണകൂടത്തിന്, സർക്കാരിന് ഡിസഫെക്ഷൻ, അതാണുള്ള ഒരു മമത ഇല്ലായ്മ, അത് പ്രചരിപ്പിക്കുക, അതുണ്ടാവുക. അങ്ങനെ യുക്തിസഹമല്ലാത്ത കാര്യങ്ങളാണ് 124Aയിൽ പറയുന്നത്. അത് രാജ്യദ്രോഹമായി കണക്കാക്കപ്പെടും എന്നാണ്. അതുകൊണ്ടാണ് 124A എന്ന വകുപ്പ് പാടില്ല എന്ന് ഇപ്പോൾ പറയുന്നതല്ലോ. മഹാത്മാഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം അത് കേസിൽ പ്രതിയാക്കപ്പെട്ട ആളാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അതിന് അനാശാസ്യത സുപ്രീം കോടതിക്കും ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. ബ്രിട്ടനിൽ അവരുടെയാണല്ലോ ആ നിയമം. ബ്രിട്ടനിൽ പോലും ആ നിയമം എടുത്തു കളഞ്ഞിരിക്കുന്നു. എന്തിന് സ്വതന്ത്ര ഭാരതത്തിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന ഭരണഘടനയനുസരിച്ച് സ്വതന്ത്ര ചിന്ത മൗലികമായ തത്വമായി അംഗീകരിക്കുന്ന ഭരണഘടന നിലവിലുള്ള രാജ്യത്ത് 124A എന്ന വകുപ്പ് ഉണ്ടാകണം. അതുകൊണ്ട് അത് ചർച്ചയ്ക്ക് വിഷയമായത് നന്നായി. ആ വകുപ്പ് എടുത്തു കളയുകയും ആ വകുപ്പ് ചുമത്തപ്പെട്ട വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കുകയുമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ശ്രീമതി ആനി രാജ, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ജോർജ് കുര്യൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ. ബുദ്ധിജീവികളാണ്, അതുകൊണ്ട് ഏത് തരത്തിലുള്ള ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങളും ആകാം JNUവിനകത്ത് എന്ന് നിലപാടെടുക്കുകയും ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ, ഇനി പോലീസ് അവരുടെ സ്വാഭാവിക നിയമ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ്. ഇതിന് പിന്നിലെ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? ഏത് തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഇനി വളരാൻ പോകുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇത് തുടക്കം കുറിക്കാൻ പോകുന്നത്? ഗോപികൃഷ്ണ, ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളുടെ തന്നെ ചാനലിൽ പങ്കെടുത്തപ്പോഴൊക്കെ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ JNUവിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അതിക്രമം പോലീസ് നടത്തിയ കേന്ദ്ര BJP ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ഈ കടന്നുകയറ്റവും അതിനെ തുടർന്നുള്ള അറസ്റ്റും ജയിൽവാസവും ഒക്കെ ഞങ്ങൾ AISFന്റെ JNUSUവിന്റെ പ്രസിഡന്റ് കനയ്യകുമാർ AISFന്റെ ജയിലിലാണ്. ഇതൊക്കെ നടന്നത് വളരെ പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു പരിപാടിയുടെ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളല്ല എന്ന് ഞാൻ പലവട്ടവും സൂചിപ്പിച്ചാണ്. ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന BJPയെ നയിക്കുന്ന RSSന്റെ അജണ്ട. ആ അജണ്ട എന്നത് ഹിന്ദു രാഷ്ട്ര നിർമ്മാണം. മോഡി ഗവൺമെന്റ്, പ്രധാനമന്ത്രി മോഡി സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞുവെങ്കിൽ ആ സ്വച്ഛ ഭാരത് ഇവിടെ എല്ലാം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ആ വൃത്തിയാക്കൽ മുസ്ലിങ്ങളെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യുക, അതേപോലെ തന്നെ മറ്റ് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട എല്ലാ ദളിത് രാഷ്ട്രീയ പാർട്ടികളും BJPയിൽ ചേക്കേറിയതുകൊണ്ട് അവർ വലിയൊരു പ്രശ്നമല്ല എന്ന് ഇവർ കരുതിയിരുന്നു. എന്നാൽ എല്ലാ ക്യാമ്പസുകളിൽ നിന്നും അംബേദ്കറൈറ്റ്സ്, ദളിത് ശബ്ദം ഉയർത്താൻ തുടങ്ങിയതോടെ അവർക്ക് മേലുള്ള കടന്നാക്രമമാണ് ഹൈദരാബാദിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇത് കമ്മ്യൂണിസ്റ്റുകാരിലേക്ക് അവരെ അടിച്ചൊതുക്കിയാൽ എല്ലാം ഇവിടെ നമുക്ക് ഹിന്ദു രാഷ്ട്ര നിർമ്മാണം നടത്താമെന്നുള്ള ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് JNUവിൽ ഈ സംഭവങ്ങൾ ഉണ്ടായത്. എന്നാൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, RSSും BJPയും കേന്ദ്രമന്ത്രിസഭയും വിചാരിക്കാത്ത രീതിയിൽ അങ്ങേയറ്റം ഈ രാജ്യത്തോട് സ്നേഹമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു വന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. ഇതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വച്ഛ ഭാരതാണ്. ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിനായി മറ്റെല്ലാ രാഷ്ട്രീയ ചിന്താ ശക്തികളെയും മറ്റെല്ലാവിധ ഐഡിയോളജിയെയും ക്ലിൻസിങ് ചെയ്യുക എന്നുള്ള ആശയമാണ് ഇവിടെ നടപ്പാക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയത്. അതാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ആ പരാജയം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ശ്രീ ജോർജ് കുര്യൻ പോലും എന്തൊരു ശാന്തനായാണ് പറയുന്നത്, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അവരുടെ നടപടി സ്വീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ വ്യക്തമാണ് ഇത് കൈവിട്ടു പോയി, തെറ്റായി, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനമല്ല എന്ന് അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ജോർജ് കുര്യൻ, താങ്കളുടെ പ്രതികരണം. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം വ്യക്തമാണ്, ദേശദ്രോഹ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് പറയൂ ജോർജ് കുര്യൻ. ഇത് ആദ്യമായിട്ട് പറയട്ടെ, ഇത് ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇത് ആനിരാജയുടെ പാർട്ടിക്കാരെ പലരെയും ബംഗാളി കൊന്നൊടുക്കിയ
മാവോയിസ്റ്റുകളുടെ ചിന്താധാരയുടെ ഭാഗമാണ്. DSU എന്ന് പറയുന്ന സംഘടന ദണ്ഡേവാഡയിൽ 73 പട്ടാളക്കാരെ അവിടെ നക്സലുകൾ കൊന്നപ്പോൾ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയ സംഘടനയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനം, ഈ തീവ്രവാദം അല്ലെ ഭീകരവാദം എന്ന് പറയുന്നത് ജിഹാദി ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് മാവോയിസ്റ്റുകളുടെ ഇവരെയെല്ലാം കൂടെ കൂട്ടുപിടിക്കാനും വേറൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. വേറൊന്ന് പറഞ്ഞ് ഗോപികൃഷ്ണൻ പറഞ്ഞത് കേദാർനാഥ് സിംഗ് കേസ് വരുന്നത് 1963 16-ാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പായിരുന്നു. അന്ന് തന്നെ 62-ൽ തന്നെ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. 19-ാം ആർട്ടിക്കിളിൻ്റെ 1A-B-C അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന്. പക്ഷേ അതിന് ശേഷമാണ് 16-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 5-അംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് പറഞ്ഞതിന് ശേഷം ഏതാണ്ട് ഇന്ദിരാദാസ് കേസിലും അതുപോലെ തന്നെ അരുൺ ഭുയാൻ്റെ കേസിലും ബൽവന്ത് സിംഗിൻ്റെ കേസിലും സുപ്രീം കോടതി ഈ ഇൻസൈറ്റ്മെൻറ്റ് ടു വയലൻസ് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസിക്കായിട്ട് വേറൊരു കാര്യം കേദാർനാഥ് സിംഗ് കേസിൽ പറയുന്നത് ഈ ഒരു പബ്ലിക്കിൽ ഒരു ഡിസോർഡർ ഉണ്ടാകുന്ന ഒരവസ്ഥാവിശേഷം, അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ദേശവിരുദ്ധമായിട്ടുള്ള പ്രസംഗം നടത്തിയിരിക്കുന്നു. ഈ ദേശവിരുദ്ധമായ പ്രസംഗം എവിടെ നടത്തി? ദേശവിരുദ്ധമായ പ്രസംഗം എങ്ങനെയെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്? 124A വകുപ്പ് പ്രയോഗിക്കണമെങ്കിൽ പ്രഭാഷണമോ രചനയോ പ്രവൃത്തിയോ വഴി അക്രമമോ നിയമലംഘനമോ നടത്താൻ പ്രേരിപ്പിച്ചതായി തെളിയണം. ആ തരത്തിൽ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എന്ത് തെളിവാണ് ഈ കേസിലുള്ളത്? അല്ല ഗോപികൃഷ്ണ, അത് സുപ്രീം കോടതി പിന്നെ വ്യാഖ്യാനിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഇതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു, ഈ സംഭവത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് ഈ 124A അനുസരിച്ച് അസീം ത്രിവേദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 25 വയസ്സുള്ള ഒരു കാർട്ടൂണിസ്റ്റിനെതിരെ 2012 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിലാണ്. ആ കാർട്ടൂൺ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ആരെങ്കിലും ചീത്തയായിട്ട് കാർട്ടൂൺ വരയ്ക്കുന്നത് വളരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അതേ 2012 തന്നെ അംബികേഷ് മഹാപത്ര എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ അദ്ദേഹം കാർട്ടൂൺ അപ്ലോഡ് ചെയ്തെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് 1 മാസം ജയിലിലിട്ടു. ഈ അസീം ത്രിവേദിയെ പിടിച്ച് 2 ആഴ്ചയാണ് ജയിലിലിട്ടത്. അന്നൊന്നും ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള ഒരു ചർച്ചയില്ലായിരുന്നു. BJP പറഞ്ഞിരുന്നത് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് BJP പറഞ്ഞതല്ലാതെ ചില സംഘടനകളും പറഞ്ഞതല്ലാതെ ഇതുപോലെ വലിയൊരു ചർച്ച ഉണ്ടായില്ല. അതേ സമയത്ത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടി ആ 124A എടുത്തു കളയണം എന്ന് പറയുന്നുണ്ട്. സാധാരണ തൂക്കിക്കൊല്ലുമ്പോൾ ഇന്ത്യയിലെ വേറെ പൗരന്മാരെ തൂക്കിക്കൊന്നു കഴിയുമ്പോൾ തൂക്കിക്കൊല വേണ്ട എന്ന് പറയില്ല. പക്ഷെ ഭീകരവാദിയെ തൂക്കൊന്നു കഴിയുമ്പോൾ പറയുമ്പോൾ പാടില്ല. ഈ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു, പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്നൊക്കെ പറയുന്നതിന് നിങ്ങൾ തെളിവായി ഹാജരാക്കാൻ പോകുന്ന വീഡിയോ ക്ലിപ്പ് ആ ഫേക്ഡ് വീഡിയോ ക്ലിപ്പാണോ ശ്രീ ജോർജ് കുര്യൻ? താങ്കൾ പറയുന്നു ഈ തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. എന്താണ് അതിന് തെളിവ്? പിന്നെ താങ്കൾ പറഞ്ഞു സമൂഹത്തിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കി, സമൂഹത്തിൽ അരക്ഷിതത്വം ഉണ്ടാക്കി. ആരാണ് സമൂഹത്തിൽ അരക്ഷിതത്വം ഉണ്ടാക്കിയത്? ആരാണ് ഇവിടെ നടന്ന പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്? ഡൽഹിയിൽ തെരുവിൽ അഭിഭാഷകർ അഴിഞ്ഞാടിയത് ആരുടെ സംഘടനയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടവരാണ്? ആരാണ് ഇതൊരു ക്രമസമാധാന പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഗോപികൃഷ്ണ, ഇപ്പൊ തന്നെ വിധി പ്രഖ്യാപിക്കാതെ പാവം കോടതിയുണ്ട് ഇവിടെ, അവിടെ ഹൈക്കോടതിയുണ്ട്, ഹൈക്കോടതി മുമ്പിൽ പോയിട്ടുണ്ട് കനയ്യകുമാർ. അതുകൊണ്ട് ഗോപികൃഷ്ണൻ ഒരു വിധി പ്രഖ്യാപനം നടത്താതെ എല്ലാ കാലഘട്ടത്തിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ടേപ്പ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വിടും. അങ്ങനെ ഇപ്പോൾ വിട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഗോപികൃഷ്ണൻ പ്രഖ്യാപിച്ചു, കാരണം അങ്ങനെയുള്ളത് തെറ്റാണ്, സർക്കാർ കൊണ്ടുപോയത് തെറ്റാണ്, മറ്റേത് ശരിയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ കോടതിയുടേതായിട്ടുള്ള ഒരു പ്രക്രിയയില്ലേ, ആ പ്രക്രിയ നടപ്പിലാക്കാൻ എന്താണ് BJP സർക്കാർ ഇരിക്കുമ്പോൾ മാത്രം പാടില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഇന്ന് കനയ്യകുമാറിന് ജാമ്യം കിട്ടില്ലായിരുന്നോ? അപ്പോൾ കോടതി ഇത് പരിശോധിക്കുന്നുണ്ട്. ഒരു കൂട്ടരുടെയും ഭാഗത്ത് നിൽക്കാതെ നിഷ്പക്ഷമായിട്ട് കോടതി പരിശോധിക്കുന്നുണ്ട്. ശ്രീ മാത്യു കൊഴുനാടൻ, JNUവിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉരുണ്ടുകൂടി വഷളായപ്പോൾ രാഹുൽ ഗാന്ധി എത്തി. രാഹുൽ ഗാന്ധി വളരെ ശക്തമായ ഭാഷയിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു, അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തി. പിന്നീട് ചില കോൺഗ്രസ് നേതാക്കളും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. പക്ഷേ വേണ്ട രീതിയിൽ ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുന്നതിൽ കോൺഗ്രസിനെ വിലക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ? ഇപ്പോൾ ഈ പ്രശ്നത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? എന്താണ് നിങ്ങൾ
ഇതിൽ സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ സമീപനം? ഇതിൽ ഞാനിപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനായ ജോർജ് കുര്യൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാദത്തിന് വേണ്ടി അപ്പടി ഞാൻ അംഗീകരിക്കുകയാണ്. ശരിയാണ്, JNUവിൽ ദേശവിരുദ്ധമായ അല്ലെങ്കിൽ രാജ്യത്തിന് ഗുണകരമല്ലാത്ത മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ 124A അട്രാക്റ്റ് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളോ ഉണ്ടായി എന്നിരിക്കട്ടെ. ഈ രാജ്യത്തിൻ്റെ വിവിധ ഇതിനു മുമ്പ് അദ്ദേഹം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി സോ. അതിന് ഈ സർക്കാർ കൈകാര്യം ചെയ്ത രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ക്യാമ്പസിൽ ഏതാണ്ട് 3000-4000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ 10-ൽ താഴെ വരുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു കാര്യം ചെയ്തതിന് നിങ്ങൾ കൈകാര്യം ചെയ്തത് ഇന്ന് രാജ്യവ്യാപകമായി എല്ലാ സർവകലാശാലകളിലും ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയരുന്ന രീതിയിലേക്ക് ഇത് മാറിയത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഇതിനെ തെറ്റ് ചെയ്ത ഒരാൾക്കെതിരെ നടപടി എടുക്കുന്നതിന് ആരും എതിർക്കില്ല. ഞാൻ ജോർജ് കുര്യനോട് വളരെ സ്പെസിഫിക് ആയിട്ട് 2-3 കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കോടതി അതിൻ്റെ വഴിക്ക് പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, ഈ രാജ്യത്തിന് മുമ്പിൽ ഏറ്റവും ലജ്ജാവഹമായ കാര്യമുണ്ടായത് എന്താണ്? ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി BJPയുടെ നേതാവ് അദ്ദേഹം പറയുകയാണ് ഈ സംഭവത്തിന് ലക്ഷറി തൊയ്ബയുമായി ബന്ധമുണ്ട് എന്ന്. അതിന് പിന്നാലെ അദ്ദേഹം പറയുകയാണ് ഹാഫിസ് സയ്യിദിൻ്റെ ട്വീറ്റ് വന്നിരിക്കുന്നു, ഇവർക്ക് അവരുമായി ബന്ധമുണ്ട് എന്ന്. മറ്റാരുമില്ല, മാധ്യമങ്ങളെ വിടാം. അതിനുശേഷം ഈ കനയ്യകുമാർ എന്ന് പറയുന്ന JNSU പ്രസിഡന്റ് അദ്ദേഹം ഇത് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ഈ രാജ്യത്ത് ഒരു ദിനം മുഴുവൻ ഒരു ട്യൂറ്റേഡ് വീഡിയോ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. പിന്നീട് അതൊരു അല്ലെങ്കിൽ അതൊരു ഫേക്ക് വീഡിയോ ആണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുറത്തു വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇനിയിപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, കനയ്യകുമാർ ഇത് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ആഭ്യന്തരമന്ത്രി പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കാൻ ഇന്ന് BJPക്ക് കഴിയുമോ? RSSന് കഴിയുമോ? അതിനുശേഷം ഇപ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഇപ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾ കനയ്യകുമാറിനെ വിട്ടിട്ട് ഉമ്മർ ഖാലിദിനെ കൊണ്ടുവരികയാണ്. ഉമ്മർ ഖാലിദിനെ കൊണ്ടുവന്നതിന് ശേഷം പോലീസും സർക്കാരും പറഞ്ഞത് എന്താണ്? ഇദ്ദേഹം പാകിസ്ഥാനിലേക്ക് പലവട്ടം യാത്ര നടത്തി, ഇദ്ദേഹത്തിന് നിരവധിയായ ബന്ധങ്ങളുണ്ട്, പാസ്പോർട്ട് ഇല്ല എന്ന് ഇന്ന് തെളിവുകൾ വരികയാണ്. ആർക്ക് വേണ്ടിയാണ്? ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വാദങ്ങളെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഉമർ ഖാലിദ് എന്ന ഒരു കുട്ടിയുടെ പേര് കൊണ്ടുവന്ന് നിങ്ങൾ കനയ്യകുമാറിനെ വിട്ടു. കാരണം എന്താ? ഈ രാജ്യത്ത് സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ നിങ്ങൾ പറയാണ് നിരവധി പാകിസ്ഥാൻ യാത്ര നടത്തി, പാസ്പോർട്ട് ഇല്ലാത്ത ഒരു ഇന്ത്യൻ പൗരനാണ്, അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരികിൽ ഈ രാജ്യം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരില്ലേ? ഒരു ഇന്ത്യൻ പൗരനെ കുറിച്ചാണ് പറഞ്ഞത്, പാസ്പോർട്ട് ഇല്ലാത്തയാൾ ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്താൻ പാകിസ്ഥാനിലേക്ക് യാത്ര നടത്തിയെന്ന്. ലക്ഷറി തൊയ്ബയുമായി ബന്ധമുണ്ട് എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്ന സ്റ്റേറ്റ്മെന്റിന് വലിയ വാല്യൂ ഉണ്ട്. ഇത് BJPയുടെ രാഷ്ട്രീയ പൊതുയോഗമല്ല, അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ട വേദിയല്ല. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പറഞ്ഞതിന് BJPക്ക് മറുപടിയുണ്ടോ? RSSന് മറുപടിയുണ്ട്. ഞാൻ അംഗീകരിക്കാം, കനയ്യകുമാർ തെറ്റ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഉമ്മർ ഖാലിദ് തെറ്റ് ചെയ്ത് കാണും. പക്ഷെ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കാൻ, അതിന് തിരിച്ചെടുക്കാൻ കഴിയുമോ ലോകത്തിന് മുമ്പിൽ? അല്ലെങ്കിൽ നിങ്ങൾ ഈ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ആരാണ് ഇതിൻ്റെ പിന്നിൽ? എങ്ങനെയാണ് ഒരു ഫേക്ക് വീഡിയോ ഈ രാജ്യത്ത് ഒരു ദിനം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടി വന്നത്? ആരാണ് പാസ്പോർട്ട് ഇല്ലാത്ത ഈ ഉമർ ഖാലിദ് പാകിസ്ഥാനിലേക്ക് പോയി എന്ന വിവരം നിങ്ങൾക്ക് നൽകിയത്? താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ വിധി എഴുതിയത് ഞാനല്ല, നേരത്തെ വിധി എഴുതിയത് നിങ്ങളുടെ പോലീസ്, നിങ്ങൾ നിയന്ത്രിക്കുന്ന പോലീസും നിങ്ങളുടെ ഭരണകൂടവും ഒക്കെയാണ്. നിങ്ങളുടെ MLA OP ശർമ്മയാണ് പറഞ്ഞത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു നീക്കം ഉണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ തോക്കുണ്ടായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്ന് നിങ്ങളുടെ MLA OP ശർമ്മയാണ് പറഞ്ഞത്. നിങ്ങളുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ട അഭിഭാഷകരാണ് തെരുവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, കോടതി വളപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങളുടെ പോലീസാണ് പറഞ്ഞത് ഇത് പാസ്പോർട്ട് ഉണ്ട്, പാകിസ്ഥാനിൽ 2 തവണ പോയെന്ന്. ഈ കാര്യങ്ങളെല്ലാം ഫേക്കാണ് എന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശ്രീ ജോർജ് കുര്യൻ താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. താങ്കൾ മറുപടി പറയണം. അല്ല ഗോപികൃഷ്ണ, ഈ ഹഫീസ് സയ്യിദുമായിട്ട് ബന്ധമില്ല എന്ന് കുഴൽനാടൻ്റെ കയ്യിൽ എന്താ തെളിവുള്ളത്? ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് വെറുതെ അല്ലല്ലോ, അത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, നിങ്ങളിപ്പോൾ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അയാൾക്ക് പാസ്പോർട്ട് ഇല്ല എന്ന്. അയാളെ പിടിച്ചിട്ട് പോലുമില്ലേ, അയാളെ അറസ്റ്റ് ചെയ്തിട്ട് പോലുമില്ലേ. ഇത് എന്തൊരു അവസ്ഥയാണിത്?
നിങ്ങൾ വെറുതെ ചാനലിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും ഓരോരുത്തരെ നിങ്ങൾ പരസ്യത്തിനായിട്ട് പ്രഖ്യാപിക്കുക. ഇയാൾ കീഴടങ്ങാൻ പോലും തയ്യാറല്ല. എനിക്ക് സൗകര്യമില്ലെന്നാണ് പറഞ്ഞത്, ഞാൻ വരുന്നില്ല, ഞാൻ അറസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അത് അയാൾക്ക് പാസ്പോർട്ടില്ല എന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞത്? ആരാ പറഞ്ഞത്? അങ്ങനെയാണോ നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നത്? പോലീസ് അന്വേഷിക്കണ്ടേ? കോടതി കൊണ്ട് ഹാജരാക്കണ്ടേ? കോടതി സമ്മതിക്കണ്ടേ? അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നത്? അത് BJP ഭരിക്കുമ്പോൾ മാത്രം അങ്ങനെയുള്ള ഒരു നടപടിയും വേണ്ടേ? ആരെ വിട്ടെന്ന് പറഞ്ഞ തന്നെ യുവകുമാറിനെ കോടതി ആ വീഡിയോ വെച്ചിട്ട് വീഡിയോ പരിശോധിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അതിന് ശേഷം തീരുമാനമുണ്ടായതിന് ശേഷം നിങ്ങൾ വിധി പ്രഖ്യാപിച്ചോ? അതുപോലെ മുഴുവൻ BJPയുടെ വക്കീലന്മാരാണ് പോലും. ഇന്ന് മോഹൻലാലിൻ്റെ ഒരു ബ്ലോഗുണ്ട്, അതാണ് മാനസികാവസ്ഥ ഇന്ത്യയിലെ മുഴുവൻ. രാഹുൽ ഗാന്ധി ഒളിച്ചോടിയില്ലേ? ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഈ കാര്യത്തിൽ BJPയുടെ ഒപ്പമാണ്. നിങ്ങളുടെ തലസ്ഥാന നഗരിയില് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന അവസരത്തില് പാകിസ്ഥാൻ യാത്ര അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ മാനസികമായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഏകപക്ഷീയമായി മോഹൻലാലിന്റെ ബ്ലോഗ് എടുത്തു കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ BJPയുടെ കൂടെയാണ്, ഇന്ത്യയുടെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് മോഹൻലാൽ നടത്തിയത് എന്നൊക്കെ ഒരു വാദത്തിനും ഈ ചർച്ചയിൽ മുന്നിൽ നിൽക്കാനും വേണ്ടി ചില പൊടിക്കൈയായി ഉപയോഗിക്കാമെന്നല്ലാതെ ശ്രീ ജോർജ് കുര്യൻ, ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെട്ട രീതി, രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിങ്ങൾ ഈ പ്രശ്നത്തെ വക്രീകരിക്കാൻ ശ്രമിച്ച രീതി, ആ രീതികൾ ചോദ്യം ചെയ്യാൻ പോകുന്ന സന്ദർഭം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഏത് തരത്തിൽ ഇത്തരം വകുപ്പുകൾ ചുമത്തി അതിനകത്തുള്ള ഉദ്ദേശം എന്താണെന്നത് സംബന്ധിച്ചാണ് നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിലേക്ക് വീണ്ടും പോകുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ജോർജ് കുര്യൻ ഇപ്പോഴും ഒരു പിടിവള്ളിയായി പറയുന്നത് അതെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ, പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇനി കൃത്യമായിട്ടൊരു വിവരം വരട്ടെ, ലഷ്കർ ബന്ധമില്ല എന്ന് വിധി എഴുതാൻ മാത്രം എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോർജ് കുര്യൻ ഈ ചർച്ചയിൽ. അത് സാധാരണ എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ, കോടതി അഭിപ്രായം പറയട്ടെ, പോലീസ്, അതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ ഒരു അനാവശ്യമായ ഒരു ചർച്ച, ഒരു തർക്കമുണ്ടാക്കിയിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ജയിലിലാണ്, മറ്റൊരു വിദ്യാർത്ഥിയെ പിടിക്കാൻ പോലീസ് പരിശ്രമിക്കുന്നു. അവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത് അതീവ ഗുരുതരമായൊരു കുറ്റമാണ്, അത് രാജ്യദ്രോഹം. രാജ്യദ്രോഹം എന്ന് കേട്ടാൽ മോഹൻലാലും മേജർ രവിയും ഉൾപ്പെടെ എല്ലാവരും രക്തം തിളയ്ക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷ്മതയോടെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്താണ് രാജ്യദ്രോഹം? എവിടെയാണ് രാജ്യദ്രോഹം കണ്ടെത്തേണ്ടത്? അത് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യാതെ ജനങ്ങളുടെ ആ ഒരു ആവേശത്തെ, അവരുടെ വികാരത്തെ, രാജ്യസ്നേഹത്തെ ഉണർത്തിവിട്ടുകൊണ്ട് അത് വലിയ അപകടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJPയും RSS മാത്രമല്ല വിഷയം. നമുക്ക് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് രാജ്യദ്രോഹം എന്ന കുറ്റത്തിൻ്റെ നിർവചനം എന്താണ്? ആരുടെ മേലും ഉന്നയിക്കാവുന്ന കുറ്റമായി മാറിയിരിക്കുന്നു. അത് വലിയ അപകടത്തിന് കാരണമാകുന്നു. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ജോർജ് കുര്യനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരും എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത് കനയ്യ രാജ്യദ്രോഹം ചെയ്തുവെന്നാണ്. എന്താണ് അയാൾ ചെയ്ത രാജ്യദ്രോഹം? ദേശീയ പതാക ഏന്തിക്കൊണ്ട് ആ വടികൊണ്ട് കാണുന്നവരെയൊക്കെ അടിച്ചു മുന്നേറുന്നത് അത് രാജ്യദ്രോഹമല്ലേ? അത് ദേശസ്നേഹമാണോ? അല്ലെങ്കിൽ ഗോഡ്സെയുടെ മരണദിനം അത് ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും അത് രാജ്യസ്നേഹമാണോ? ചോദ്യങ്ങൾ വളരെ അങ്ങോട്ടും ചോദിക്കാനുണ്ട്. ഇവിടെ കനയ്യകുമാറും ഇപ്പോൾ മറ്റൊരു വിദ്യാർത്ഥിയും ചെയ്തിരിക്കുന്ന രാജ്യദ്രോഹം എന്ത് എന്നുകൂടി വ്യക്തമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അത് BJP കൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേന്ദ്ര ഭരണത്തിനുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, സാക്ഷി മഹാരാജ് പറഞ്ഞത് പാർലമെന്റിന് പുറത്ത് ഗോഡ്സെ ദേശീയവാദിയാണെന്നും മഹാത്മാഗാന്ധിക്കൊപ്പം ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നുമാണ്. ബലിദാൻ ദിവസ് നിങ്ങൾ ആചരിക്കുന്നത് അത് ഒക്കെ രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുന്നതാണോ? അല്ല, ഈ സാക്ഷി മഹാരാജ് എന്തെങ്കിലും ഭ്രാന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നയമല്ല. അയാളുടെ വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ MP അല്ലേ? പല പാർട്ടിയിലും പല ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സാക്ഷി മഹാരാജ് പറഞ്ഞത് BJPയുടെ അഭിപ്രായമല്ല. അയാൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അധികം താമസിച്ചാതെ ഒരു പക്ഷേ അയാൾ പാർട്ടിയുടെ പുറത്ത് പോയെന്നും ഇരിക്കും. അത് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? മുസാഫർ നഗറിൽ ലഹളയുണ്ടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ISIക്കാർ അവിടെ വന്നിട്ട് അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? വലിയ നേതാവല്ലേ? സാക്ഷി മഹാരാജിനെ പറ്റി എല്ലാവർക്കും അറിയാം. തോന്നുന്ന വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന BJPക്ക് തലവേദനയായിട്ടുള്ള ഒരാളാണ്. അതുപോലെയാണോ മഹാനായിട്ടുള്ള രാഹുൽ ഗാന്ധി? മുസാഫർ നഗറിലെ ലഹള കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഇതിലും വളരെ സെൻസിറ്റീവ് അല്ലായിരുന്നു അത്? ISIക്കാർ വന്നിട്ട് അവിടുത്തെ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ചെറുപ്പക്കാർ അവരുടെ പുറകെ പോകുന്നു. ഇവിടെ അച്യുതാനന്ദൻ പറഞ്ഞില്ലേ, കൈവെട്ട് കേസ് കഴിഞ്ഞപ്പോൾ
ഈ കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രം 20 വർഷത്തിനുള്ളിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പോൾ സാക്ഷി മഹാരാജ് ഭ്രാന്ത് പറയുന്നതിനെ ഞാൻ നിഷേധിക്കുന്നു. പാർട്ടിയുടെ നയമല്ല, ഞങ്ങളത് തള്ളിപ്പറയുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയും അതുപോലെ അച്യുതാനന്ദനും പറഞ്ഞത് അത് തെറ്റായിരുന്നുവെന്ന് കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും പറയുമോ? പറയില്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. JNUവിലെ വിദ്യാർത്ഥി ബാലകൃഷ്ണനുണ്ട്, ഏറെ നേരമായി ചർച്ചയിൽ പങ്കെടുക്കാൻ നിൽക്കുന്നു ഡൽഹിയിൽ നിന്ന്. ബാലകൃഷ്ണൻ, രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ഈ 5 വിദ്യാർത്ഥികളും ഇനി പോലീസിന് മുന്നിൽ കീഴടങ്ങണ്ട എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ട്? ഒന്ന്, ഇവിടെ ജോർജ് കുര്യൻ തന്നെ വളരെ വ്യക്തമായി ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. അവരുടെ MP-മാരെല്ലാം പ്രാന്തന്മാരാണ്. അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു MP പ്രാന്തനാണെങ്കിൽ പ്രാന്തന്മാർ ഇത്തരത്തിലുള്ള വർഗീയ ഭ്രാന്തുള്ള ആളുകളാണ് അവരുടെ പാർലമെന്റിലേക്ക് അവരുടെ ടിക്കറ്റിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാട്യാല ഹൈക്കോടതിയിൽ കോമ്രേഡ് കണ്ണയ്യയ്ക്ക് നേരിട്ട ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. കണ്ണയ്യ ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന് ഇന്ന് മാധ്യമങ്ങൾ, ഈവൻ സി ന്യൂസ് ഈ വാർത്തയെ വളരെ വികലമായി വളച്ചൊടിച്ചുകൊണ്ട് അതിനെ വക്രീകരിച്ചുകൊണ്ട് ചിത്രീകരിച്ച സി ന്യൂസിലെ റിപ്പോർട്ടർ പോലും ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇത് വളരെ ഫേക്കായിട്ടുള്ള കുറച്ച് വീഡിയോകളാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്ത്, അതിന്റെ പേരിൽ ഒരാളുടെ ജീവിതം വെച്ച് തന്നെ കളിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ മാധ്യമ പ്രവർത്തനം ഈ ചാനലുമായിട്ടുള്ള ബന്ധം നിഷേധിക്കുന്നു, ഇത്തരത്തിലുള്ള മോഡി ഭക്തത കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോ വെച്ചുകൊണ്ട് കുറച്ച് BJPയുടെ ജോർജ് കുര്യന്റെ വാക്കുകൾ തന്നെ ഞാൻ കടമെടുക്കുകയാണ്, ഭ്രാന്തന്മാര്. കണ്ണയ്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ജോർജ് കുര്യൻ കുറച്ചെങ്കിലും ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാവുന്നതാണ്, കണ്ണയ്യ വരുന്നത് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ള ഒരു സംഘടനയിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയാണ് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് ഫെഡറേഷൻ. ആ വ്യക്തിയെയാണ് നിങ്ങൾ ആന്റി നാഷണൽ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയത്, എന്നിട്ട് നിങ്ങൾ ജയിലിലടച്ചത്. പക്ഷെ കണ്ണയ്യയുടെയും അതുപോലെ തന്നെ അതിന്റെ ഓർഗനൈസേഷന്റെയും ഐഡിയോളജിക്കലി തന്നെ വളരെ ഡിഫറൻസ് ഉള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ പോയത് ആ പരിപാടി ഒരു വ്യക്തി, ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാൻഡ്സ് ഫോർ അഡ്വഞ്ചറിസം ഓഫ് ഐഡിയ എന്ന ബേസിസിൽ തന്നെയാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ അതേ തത്വത്തിന്റെ ബേസിസിൽ തന്നെയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എന്നുള്ള ഒരു വ്യക്തമായുള്ള നിലപാടിന്റെ ബേസിസിലാണ് ഇടത് സംഘടനകൾ എല്ലാവരും ഈ ഒരു പരിപാടിക്ക് സമ്മതം കൊടുത്തത്. ഈ ഒമർ തന്നെ ഇപ്പോ പുറത്തു ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള സഖാവ് ഒമർ തന്നെ പുറത്തു വന്നതിന് ശേഷം കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞാണ്, പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ ഒരു നാഷണലിലും വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്ന മാനവികതയിലാണ്, ബോർഡർ ഇല്ലാതെ എല്ലാവരും ഓരോരുത്തരും ഒരു സമത്വ തുല്യരായി ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടാണ് അദ്ദേഹത്തിനെതിരാണ് നിങ്ങൾ ആന്റി നാഷണൽ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ നാഷണലിസം? കാരണം ഈ ജോർജ് കുര്യനെ പോലുള്ള BJPയുടെ കുറെ ആളുകൾക്ക് ചരിത്രത്തിന്റെ ബോധമില്ല. കാരണം ഇന്ത്യയുടെ ദേശീയ മൂവ്മെന്റിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ രവീന്ദ്രനാഥ ടാഗോറിനെ കോട്ട് ചെയ്യാണ്. രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് ഇന്ത്യൻ ദേശീയതയുടെ വളരെ ഊർജം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്കാലത്തും അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയതയുടെ ഊർജവും ഓജസ്സുമായ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ വരികൾ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച്, ഇന്ത്യൻ ദേശീയതയ്ക്ക് അടിത്തറ പാവുന്ന വരികൾ അദ്ദേഹം പറയുന്നത്, where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragment by narrow domestic walls. അത് തന്നെയാണ് ഒമറിന്റെ രാഷ്ട്രീയം. അത് തന്നെയാണ് ഒമർ ഇന്നലെ JNUവിലെ വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടും സംസാരിച്ചത്. ഈ ഇത്തരത്തിലുള്ള ഐഡിയോളജിയെ, ഇത്തരത്തിലുള്ള ആദർശത്തെ, ഇത്തരത്തിലുള്ള മാനവികത ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള ശേഷി നിങ്ങളുടെ ഭ്രാന്ത് പിടിച്ച MP-മാർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഭ്രാന്ത് പിടിച്ച MP-മാര് നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറല്ലാത്തതുകൊണ്ട്, പേടികൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്കെല്ലാം അത്തരത്തിലുള്ള ആൾക്കൂട്ടത്തെ, ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടത്തെ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം ബോധമുള്ള ആളുകളോട്, അത്യാവശ്യം ചർച്ച ചെയ്യാൻ തയ്യാറുള്ള ആളുകളോട് ചർച്ച ചെയ്താനിരിക്കാൻ JNUവിലെ അല്ല, ഈ രാജ്യത്ത് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ധൈര്യമുള്ള ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ? ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. എന്നോടൊപ്പം ആനി രാജ, ബാലകൃഷ്ണൻ, മാത്യു കൊഴുനാടൻ, ജോർജ് കുര്യൻ, സെബാസ്റ്റ്യൻ പോൾ എന്നിവർ തുടർന്നുമുണ്ടാകും. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് ഉടൻ മടങ്ങി വരും. JNU വിഷയം രാജ്യത്തിന് മുന്നിൽ ഉയർത്തുന്ന ചോദ്യം. ആനി രാജ CPI നേതാവ്, മാത്യു കൊഴുനാടൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജോർജ് കുര്യൻ, JNU വിദ്യാർത്ഥി ബാലകൃഷ്ണൻ എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീമതി ആനി രാജ, പോലീസിന് മുന്നിൽ കീഴടങ്ങണ്ട എന്ന തീരുമാനമാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള ഈ 5 വിദ്യാർത്ഥികൾക്കുമുള്ളത്. ഏത് നിമിഷവും ക്യാമ്പസിൽ
ക്കും എന്നതാണ് ഡൽഹി പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നം ഏത് തരത്തിലാണ് ഇതിൻ്റെ ഒരു കൾമിനേഷൻ ഉണ്ടാകാൻ പോകുന്നത്? എങ്ങനെയാണ് താങ്കൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ഇനി ഇടപെടാൻ പോകുന്നത്? ഗോപികൃഷ്ണൻ, ഇവിടെ നമ്മുടെ JNU വിദ്യാർത്ഥി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കനയ്യകുമാറിനെയും മറ്റ് വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടി ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അവരുണ്ടായിരുന്നു എന്ന് പറയുന്ന പരിപാടി ഒരേ പരിപാടിയാണ്. ആ ഒരു പരിപാടിയിലേതാണ് ദേശദ്രോഹി എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് കനയ്യകുമാറിനെ ജയിലിലടയ്ക്കുകയും മറ്റു വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ തന്നെ പല മാധ്യമങ്ങളിലും വന്ന വിഷയമാണ്. അവരവിടെ ഒളിവിൽ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തു തന്നെ ആയിരുന്നാലും അവർ പറയുന്നത് കീഴടങ്ങാൻ തയ്യാറല്ല, എന്നാൽ അറസ്റ്റ് ചെയ്തുവെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ആ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് തെളിവുകളില്ല എന്നുള്ളത് മാധ്യമങ്ങൾ മുഴുവനും വരികയാണ്. കനയ്യകുമാറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി, രാജ്യദ്രോഹം എന്ന് പറയുമ്പോൾ അതിലേക്ക് തന്നെ ഒന്ന് വരികയാണ്. ഈ BJPയും RSSും സ്വദേശിവാദം പറയുന്ന BJPയും RSSും ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും ഇടതുപക്ഷത്തെയും ഒക്കെ ഒതുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ വിദേശിയുടെ നിയമത്തെ പിടിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് ഫാസിസം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആ വിദ്യാർത്ഥികൾ കീഴടങ്ങില്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുറ്റം ചെയ്തിട്ടുള്ള തങ്ങൾ അവിടുത്തെ അധ്യാപകർ അത് പറയുന്നു. ഇത് മറ്റു മുന്നേ ഒരിക്കലും ഒരു സർവകലാശാലയിലും ഒരുപക്ഷെ ഉണ്ടാകാത്ത ഒന്നാണ്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർ ഒന്നടങ്കം നിൽക്കുന്ന ഒരു സാഹചര്യം. തങ്ങളുടെ വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യം ആ ടീച്ചേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കീഴടങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിന് ചെയ്യുവാനുള്ളത് ആ കേസ് പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്ന ആ വിദ്യാർത്ഥികൾ അതാണ് അവര് ഉന്നയിക്കുന്ന വാദവും അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീമതി ആനിരാജ, ഡൽഹി പോലീസിന്റെ തെളിവ് ശേഖരണത്തിന്റെയും അവരുടെ നിലപാടിനും വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഡൽഹി പോലീസ് ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൃത്യമായൊരു ഒരു റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയുണ്ടോ? അവിടെയെല്ലാം ഈ പ്രശ്നം കുറെ കൂടി സങ്കീർണമാവുകയല്ലേ? ഗോപികൃഷ്ണൻ, ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഡൽഹി പോലീസ് നിഷ്പക്ഷമായി ഒരു ഇതിൽ ഇടപെടും എന്നുള്ള കാര്യത്തിന് നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം സുപ്രീം കോടതിയിൽ മുദ്രാവാക്യം വിളിച്ച് സുപ്രീം കോടതിയിൽ അടക്കം പ്രശ്നമുണ്ടാക്കിയ RSSന്റെയും BJPയുടെയും അഭിഭാഷകർ അവര് പോലീസ് പ്രൊട്ടക്ഷനിൽ വന്ന കനയ്യകുമാറിനെ കോടതി മുറിക്കുള്ളിൽ ആക്രമിച്ച സംഭവം നമ്മുടെ കൺമുമ്പിലുണ്ട്. അതിന് അവിടെ പ്രൊട്ടക്ഷൻ മാധ്യമങ്ങളെ ആക്രമിച്ച സംഭവമുണ്ട്. അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഡൽഹി പോലീസ് RSSകാരുടെ B ടീമായി പ്രവർത്തിക്കുന്ന കാഴ്ച കണ്ട നമുക്ക്, ഡൽഹിയിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ അത് മാധ്യമങ്ങളിലൂടെ കണ്ട ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഡൽഹി പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ വളരെയധികം പ്രയാസമാണ്. ഡൽഹി പോലീസ് ഒരു BJP ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു B ടീമായി പ്രവർത്തിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ പരിശോധിച്ചറിയാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഡൽഹി പോലീസിനോട് ഞാൻ ബ്രീഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടുത്ത നിമിഷം ബസ്സിയുടെ പോലീസ് പോയി കനയ്യകുമാറിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സാഹചര്യമുണ്ട്. അപ്പം നേരത്തെ ശ്രീ ജോർജ് കുര്യൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ മന്ത്രിമാർക്കൊന്നും ചെയ്യാനില്ല, ഇതെല്ലാം ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അത് മുഴുവനോടെ അങ്ങ് ഏറ്റെടുക്കാൻ ഏറെ പ്രയാസമുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടതിന് പിന്നിലുള്ള നിഗൂഢമായ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ജോർജ് കുര്യൻ പറയുന്നു ഇക്കാര്യത്തിലെല്ലാം തെളിവുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളുവെന്ന്. രാജ്യദ്രോഹ കുറ്റം എന്നത് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ അത്തരത്തിലൊരു ഇടപെടൽ ഇനി സാധ്യമാണോ? അത് ഞാൻ വീണ്ടും ഈ ചർച്ചയിൽ ആവർത്തിച്ച് പറയുന്നത്, രാജ്യദ്രോഹം എന്നൊരു കുറ്റത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു കൊളോണിയൽ വ്യവസ്ഥ മാത്രമാണത്. എന്താണ് ഈ വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റ് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഇവർ പറയുന്ന രാജ്യദ്രോഹം അനുസരിച്ചാണെങ്കിൽ എന്താണ് അവരുടെ രാജ്യദ്രോഹപരമായ പ്രവൃത്തി അവർ ചെയ്തത്? ആ കാര്യത്തിൽ വിശദീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല.
കോടതി ജാമ്യം കൊടുത്തില്ല, കോടതി കേസ് മാറ്റിവെച്ചു, കോടതി ടേപ്പ് പരിശോധിക്കുന്നു എന്നൊക്കെ ജോർജ് കുര്യൻ പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ കോടതിയും പോലീസും പറയുന്നത് മാത്രമല്ല, അതിനപ്പുറത്തൊരു നീതിയുണ്ട്, ഒരു നിയമമുണ്ട്. അതനുസരിച്ചാണ് കനയ്യകുമാറിനെതിരെയുള്ള നടപടികൾ തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നത്. അതിനെതിരെ ഉണ്ടായ പ്രതികരണങ്ങൾ അതിലേറെ തെറ്റായി. അഭിഭാഷകരുടെ പേരിലായാലും അഭിഭാഷകരുടെ വേഷത്തിലായാലും ആര് നടത്തിയാലും അത് തെറ്റ് തന്നെയാണ്. ഇവിടെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഇവിടെ ബാലകൃഷ്ണൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അവരെ വഴിപിഴപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റുവും രവീന്ദ്രനാഥ് ടാഗോറുമാണെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. ആ ഉന്നതമായ ഐഡിയൽസ്, മൂല്യങ്ങൾ, അവയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അവിടെ വിദ്യാർത്ഥികൾ പലതും പറയും. വധശിക്ഷ ആ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്ത വിഷയമാണ്. വധശിക്ഷ പാടില്ല, ലോകത്തെല്ലാ രാജ്യങ്ങളിലും അത് ഒഴിവാക്കണം എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് മാർപ്പാപ്പയാണ്. അപ്പോൾ ലോകവ്യാപകമായി അങ്ങനെ പല ആശയങ്ങളും അഭിപ്രായങ്ങളും വരും. അത് പങ്കുവയ്ക്കുന്നതിന്, പ്രചരിപ്പിക്കുന്നതിന് ഉള്ള സ്ഥലം കൂടിയാണ് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ആ വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളായി മുദ്രയടിച്ച് ഇപ്രകാരം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് ഈ പൊതുസമൂഹത്തിനും രാജ്യത്തിനും ബോധ്യപ്പെടുന്ന തെളിവുണ്ടാവണം. ആ തെളിവ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ശ്രീ ജോർജ് കുര്യൻ, അല്ല, ഈ ചാനലിലിരുന്നാണോ തെളിവ് കൊടുക്കുന്നത്? കേസ് നടന്നു കഴിഞ്ഞാൽ അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്? ഇവിടെ പറയുന്നത് കേട്ടു, അധ്യാപകർ പറഞ്ഞു വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവർ കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം. ഇതെന്ത് ഗുണ്ടായുസമാണ്? ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അച്യുതാനന്ദനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഈ നമ്മുടെ സാക്ഷി മഹാരാജനെ കഴിഞ്ഞും വലിയ ഭ്രാന്ത് പറഞ്ഞു. പക്ഷേ അവരുടെ പാർട്ടിക്കാരെ നിഷേധിക്കാൻ തയ്യാറില്ല, BJP-ക്കാരെ നിഷേധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കോടതിക്ക് വിടാൻ നിങ്ങൾ അനുവദിക്കൂ. നിങ്ങൾ ഈ വലിയ ജനാധിപത്യവാദികൾ, നീതിബോധമുള്ളവർ എല്ലാവരും കൂടെ കൂടിയിട്ട് കോടതിക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ പലതും ഇവിടെ പി ജയരാജനൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ MV ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ നികൃഷ്ടജീവി എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ വക്കീലന്മാരുടെ കാര്യം ഞാൻ പറയാം. വക്കീലന്മാരുടെ കാര്യത്തിൽ വഞ്ചിയൂര് കഴിഞ്ഞ വർഷം വെടിവെപ്പുണ്ടായില്ലേ? എന്നിട്ട് എന്താ ഉണ്ടായത്? ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് അത് അവിടെ ചെയ്തത്, പോലീസ് ചെയ്തത് തെറ്റാണെന്നാണ് പറഞ്ഞത്. വക്കീലന്മാരുടെ ഭാഗത്താകുന്നത് 2009 മദ്രാസ് ഹൈക്കോടതിയിലുണ്ടായി. പോലീസ് കയറി അടിച്ചു. അന്ന് കോടതി പറഞ്ഞത് കോടതിക്കുള്ളിലാണ് നീ ഇടപെടേണ്ടതെന്ന് പറഞ്ഞത് പോലീസുകാരനോട്. ഞങ്ങൾ തീരുമാനിച്ചോളാം, ഓഫീസേഴ്സ് ഓഫ് ദ കോർട്ട് എന്നാണ് പറഞ്ഞത്. അനേകം കോടതി വിധികളും കോടതിയുടെ ഇന്റർഫിയറൻസും ഉണ്ട് വക്കീലന്മാരുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ വഞ്ചൂര് നമ്മുടെ മുറ്റത്ത് നടന്ന കാര്യമല്ലേ, വെടിവെപ്പ് വരെ ഉണ്ടായല്ലോ. എന്നിട്ട് എന്താണ്, ഒരു മാധ്യമം അന്ന് ചർച്ച ചെയ്തില്ലല്ലോ. അന്ന് പോലീസിനെതിരായിട്ടല്ലേ നിന്നത്? വക്കീലന്മാർക്കെതിരെ അവിടെ കോടതിയിൽ കയറിയിട്ട് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്താ വ്യത്യാസം? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഈ നാട്ടിലെ നിയമം അനുസരിച്ച് അതിന് വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരെല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും. അതുകൊണ്ട് നിയമത്തിന് കീഴടങ്ങുക, കോടതി തീരുമാനിക്കട്ടെ. കോടതി വെറുതെ വിട്ടാൽ വിട്ടോട്ടെ, ശിക്ഷിച്ചാൽ ശിക്ഷിക്കട്ടെ. അതല്ലാതെ ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഇവരെ എല്ലാം വെറുതെ വിടണം, ഇവരെല്ലാം നിരപരാധികളാണ് എന്ന് പറയുന്നതാണ് ഫാസിസം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കളുടെ മറുപടി. അല്ല, ഈ ടെലിവിഷൻ ചർച്ചയിൽ ഇത് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അതല്ലേ ഫാസിസം? പറഞ്ഞുകൂടാന്നല്ല പറഞ്ഞത്, ഇവിടെ തെളിവ് വേണമെന്ന് എങ്ങനെയാ പറയുന്നത്? തെളിവ് ഇവിടുത്തെ വേണമെന്നല്ല പറഞ്ഞത്. തെളിവ് രാജ്യത്തിനും ജനങ്ങൾക്കും ബോധ്യപ്പെടുന്ന തെളിവുണ്ടാവും. കോടതിയിലാണ് കൊടുക്കേണ്ടത്. അത് കോടതിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ അറിയുമല്ലോ. കോടതിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ അറിയുമല്ലോ. കോടതിയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല? നിങ്ങൾ പറഞ്ഞല്ലോ വക്കീലന്മാരുടെ കാര്യം, കോടതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന്. പട്യാല കോടതിയിൽ ആ പ്രതിക്കുണ്ടായ അനുഭവം നമ്മൾ കണ്ടതല്ലേ? അവിടെയാണ് നമുക്ക് സംശയങ്ങളുള്ളത്, അവിടെയാണ് ആക്ഷേപമുള്ളത്. അഭിഭാഷകർ പല കാര്യങ്ങളിലും പ്രതിഷേധിക്കാറുണ്ട്, കോടതി ബഹിഷ്കരിക്കാറുണ്ട്, സമരം ചെയ്യാറുണ്ട്, സമരം അക്രമാസക്തമാകാറുണ്ട്. പക്ഷെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിക്ക് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ എത്താൻ പോലും കഴിയാത്ത രീതിയിൽ അഭിഭാഷകരുടെ അഴിഞ്ഞാട്ടം, അത് ഒരു ദിവസമല്ല നമ്മൾ കണ്ടത്. ദേശീയ പതാക പിടിച്ചുകൊണ്ട് നടത്തിയ അഴിഞ്ഞാട്ടം, അതിൽ ഈ രാജ്യസ്നേഹികൾക്ക് ഒരു വിഷമവും തോന്നുന്നില്ല. അവിടെയാണ് ആക്ഷേപങ്ങളുള്ളത്. അതുകൊണ്ട് തെളിവ് ഈ ചാനലിൽ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ജോർജ് കുര്യനോട് ഞങ്ങൾ തെളിവ് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ തെളിവ് ഈ സമൂഹത്തിന്, പൊതുസമൂഹത്തിന്, രാജ്യത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇനിയും കോടതിയിൽ എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ശ്രീ മാത്യു കുഴനാടൻ, നേരത്തെ ജോർജ് കുര്യൻ ഉന്നയിച്ച ഒരു ആക്ഷേപം, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു പ്രതികരണത്തിൽ കോൺഗ്രസ് നേതാക്കൾ കാണിച്ച ഒരു ശുഷ്കാന്തി പിന്നീട് എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ രാഷ്ട്രീയമായി എടുക്കാൻ പോകുന്ന ഒരു സ്റ്റാൻഡ് എന്താണ്? വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ടവർ, ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നവർ, മാറ്റി നിർത്തപ്പെടുന്നവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇനിയും നിലകൊള്ളും. JNU-വിൽ
ചിന്തിക്കുന്നവർ രാജ്യദ്രോഹികളായി മാറുന്ന സാഹചര്യം ഇനി അനുവദിക്കില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. ഈ സ്ഥിതിവിശേഷത്തിൽ എന്താണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ നിലപാട്? അല്ല, ഇതിൻ്റെ അകത്ത് പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിനെ 100% പാർട്ടി അംഗീകരിക്കുന്നു, അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകും. എന്നാൽ ഒരു സർവകലാശാലയിലെ സ്വതന്ത്ര ചിന്തകളെയോ അടിച്ചമർത്തുന്ന ഫാസിസത്തെ ഏതറ്റം വരെ പോയി പ്രതിരോധിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ മുൻനിരയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനുശേഷം പാർലമെന്റ് തുടങ്ങും, പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർലമെന്റിലെ ചർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ്. ഞാനിവിടെ 2 കാര്യം പറയാൻ ഗോപികൃഷ്ണൻ ദയവായി അവസരം തരണം. ഞാൻ ആദ്യം ആഭ്യന്തരമന്ത്രിയുടെ കാര്യം സൂചിപ്പിച്ചു, ആഭ്യന്തരമന്ത്രിയുടെ നിലപാടുകളുടെ പാളിച്ച പറഞ്ഞു. അതിനുശേഷം പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം എത്ര ലജ്ജാവഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇവിടെ ഈ രാജ്യത്ത് NGOകളുടെ പണത്തിൻ്റെ കണക്ക് ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ സർക്കാരിനെയും ദുർബലപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായ പരിശ്രമം നടത്തുകയാണെന്ന്. ഈ രാജ്യത്തെമ്പാടുമുള്ള സർവകലാശാലകളിൽ നിന്നും ഈ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന ഈ വികാരം NGOകൾ ഇളക്കി വിട്ടതാണെന്ന് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ എത്ര ലജ്ജാവഹമായ സ്റ്റേറ്റ്മെൻറ്റാണ് നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായത്. പിന്നെ ഇവിടെ വലിയ ദേശസ്നേഹവും വലിയ രാജ്യസ്നേഹവും ഒക്കെ പ്രസംഗിക്കുന്ന RSSനോട് വിനയത്തോടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ ത്രിവർണ്ണ പതാക പിടിച്ചാണല്ലോ ഈ കനയ്യകുമാർ അടക്കമുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ഈ ത്രിവർണ്ണ പതാക 52 വർഷക്കാലം RSSന്റെ സെന്റർ നാഗ്പൂരിൽ ഉയർത്താൻ ആവാതിരുന്നവരാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വീർ സവർക്കർ ഉണ്ടല്ലോ, സവർക്കർ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരോട് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ബ്രിട്ടീഷുകാരൻ്റെ ഔദാര്യം വാങ്ങി ജയിൽ മോചിതനായാണ്. അതുകൊണ്ട് കൂടുതൽ ഈ രാജ്യസ്നേഹമൊന്നും ഈ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിക്കാനുള്ള യാതൊരു പാരമ്പര്യവും RSSനില്ല എന്ന ബോധ്യം ബഹുമാനപ്പെട്ട ജോർജ് കുര്യന് ഈ ചർച്ചയിൽ പങ്കെടുപ്പോൾ ഉണ്ടാവേണ്ട ആവശ്യമാണ്. പിന്നെ JNUവിലെ ഒരു കൾച്ചർ വെച്ചിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് അവിടെ 7 വർഷം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവിടുത്തെ ഒരു ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ രാജ്യത്ത് ഇപ്പോൾ ഏതെങ്കിലും അധ്യാപകരോ വിദ്യാർത്ഥികളോ കീഴടങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അടുത്താണെങ്കിൽ വ്യക്തമായ തെളിവും ആ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലീസ് വെയിറ്റ് ചെയ്യോ? എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പോലീസുകാരെ അറസ്റ്റ് ചെയ്യാത്തത്? തീർച്ചയായിട്ടും നിങ്ങൾ ഡിഫൻസിലാണ്. കാരണം നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികർക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയില്ല. നിങ്ങൾ പോലീസ് എന്ന നിലയ്ക്ക്, നിങ്ങൾ ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഈ മുറയിലും ഈ കാര്യത്തിൽ നഷ്ടപ്പെട്ടു. അല്ലാതെ ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഏതെങ്കിലും കാട്ടിൽ പോയി ഒളിച്ചിരിക്കുകയല്ല വിദ്യാർത്ഥികൾ. അവർ നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് കടന്നു അറസ്റ്റ് ചെയ്യാത്തത്? രാജ്യദ്രോഹിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മിനിറ്റ് വൈകാമോ? ഒരു മിനിറ്റ് എന്തിനു അവസരം കൊടുക്കണം? അങ്ങനെ കൊടുക്കില്ല. കാരണം എന്താ? അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു, രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു, ഇത് RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഡൽഹി പോലീസിനെ ഉപയോഗപ്പെടുത്തി കള്ളക്കേസുകൾ ചമച്ച് കള്ള വീഡിയോകൾ ഉണ്ടാക്കി കള്ളവ്യാജമായ തെളിവുകൾ രാജ്യത്ത് പ്രദർശിപ്പിച്ച് ഒന്നിനു പിറകെ ഒന്നായി അത് പൊളിഞ്ഞു വീണ് ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, ലക്ഷറി തോയ്ബയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ആ തെളിവിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഒരു മിനിറ്റ് വൈകാമോ ആളെ അറസ്റ്റ് ചെയ്യാൻ? എന്താ നിങ്ങൾക്ക് തന്റെ ഇടമില്ലാത്ത? എന്താ കഴിയാത്ത? JNUവിലേക്ക് കടന്നു ചെല്ലാനുള്ള കഴിവ് ഈ രാജ്യത്തെ പോലീസിന് ഇല്ലാഞ്ഞിട്ടാണോ? അത് കഴിയാത്ത നിങ്ങളുടെ മുറയിൽ ശക്തമല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളെ. വിദ്യാർത്ഥി യൂണിയൻ എന്താണ് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ JNU ക്യാമ്പസിനകത്ത് ഈ പറയുന്ന 5 പേർക്ക് സുരക്ഷ ഒരുക്കാൻ പോവുകയാണോ? ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഞങ്ങൾ JNUവിനെതിരെയുള്ള ഒരു ആക്രമണത്തെ സഖാവ് അനിരാജ് തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ആക്രമണം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി ബാക്ക്ഗ്രൗണ്ട് കൂടിയുള്ള ഒരു ആക്രമണമാണ്. കാരണം ഈ കഴിഞ്ഞ ഡിസംബറിൽ നൈറോബിയിൽ പോയി ഇത്രയും വലിയ ദേശഭക്തി തുളുമ്പുന്ന ജോർജ് കുര്യന്റെ പാർട്ടിക്കാര് നൈറോബിയിൽ പോയി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്യാനുള്ള ഒരു കരാറിൽ ഒപ്പിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് JNUവിലെ കണ്ണയ്യകുമാറിന്റെ നേതൃത്വത്തിലുള്ള, ഉമർ ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള, അനിർബാന്റെ നേതൃത്വത്തിലുള്ള, അശുതോഷിന്റെ നേതൃത്വത്തിലുള്ള, രമനാഗയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ആ വിന്ററിനെ, ഡിസംബറിലെ വെല്ലുന്ന തണുപ്പിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒക്യുപ്പൈ UGC എന്ന് പറഞ്ഞുകൊണ്ട് UGCയുടെ മുന്നിൽ സമരം നടത്തിയത്. അതിനെ തുടർന്നിട്ടാണ് ഇവിടെ ദളിതന്മാരും അതുപോലെ തന്നെ ആദിവാസികളും അതുപോലെ തന്നെ മൈനോറിറ്റിയിലെ ഒപ്രസ്ഡ് സെക്ഷനിലുള്ള ആളുകൾ പഠിക്കുന്ന ക്യാമ്പസുകൾ HU ആണെങ്കിലും അതുപോലെ തന്നെ JNU ആണെങ്കിലും അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ അവിടെ ഡിസ്ക്രിമിനേഷൻ വിധേയമാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് വന്നപ്പോൾ
അവിടെ രോഹിത് വേമുലയുടെ വളരെ ട്രാജിക് ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അതിനെതിരെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾ ഒന്നടങ്കം തെരുവുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സർക്കാരിന്റെ സമനില തെറ്റാൻ തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഒരു വളരെ ഗംഭീരമായി കെട്ടിച്ചമച്ച ഒരു നാടകത്തിന്റെ അരങ്ങ് തകർക്കലായിരുന്നു JNUവിൽ കണ്ടത്. അതിന്റെ ഡ്രാമ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് സുബ്രഹ്മണ്യ സ്വാമി തുടങ്ങി പ്രാഞ്ചജന്യത്തിൽ കുറച്ചു മുന്നേ വന്ന ലേഖനത്തിനടക്കം അതിൽ പങ്കുണ്ട്. അത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തുന്ന ഈ നാടകത്തിനോട് JNUവിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിനെ വളരെ ശക്തമായി അപലപിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അധികാരത്തിന്റെ ഗർവിൽ നിങ്ങൾ നടത്തുന്ന ഈ നരനായാട്ടുകൾക്ക് എല്ലാവിധ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയുടെ വീതികളിൽ വളരെ ശക്തമായ പ്രതിഷേധത്തെ തീർക്കുമെന്ന് തന്നെയാണ് വളരെയധികം നന്ദി ബാലകൃഷ്ണൻ. വളരെയധികം നന്ദി ബാലകൃഷ്ണൻ, ശ്രീമതി ആനി രാജ, ശ്രീ മാത്യു കോഴനാടൻ, ശ്രീ ജോർജ് കുര്യൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി വേൾഡ് വിത്ത് അസ് കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.